നവകേരള സദസ്സ് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളെയാണ് സമാപനം. ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയായിരുന്നു നവകേരള സദസ്സിന്റെ പര്യടനം. വിവിധ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ചു. ജനങ്ങൾ അവരെ നേരിട്ട് കേട്ടു. എല്ലായിടത്തും വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. ഇന്നത്തെ ദിവസത്തെ വിവിധ മണ്ഡലങ്ങളുടെ സമഗ്ര വിവരങ്ങളുമായി എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നവംബർ 17-ന് അങ്ങ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള യാത്രയാണ്, നവകേരള സദസ്സാണ് നാളെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളുടെ സംയുക്ത പരിപാടിയോടുകൂടി സമാപിക്കുന്നത്. ഏതായാലും ഈ ഒരു മാസത്തിലധികമായി നീണ്ടുനിന്ന ഈ നവകേരള സദസ്സ് വലിയ രീതിയിലുള്ള ജനപിന്തുണ ആർജിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം കാസർഗോഡ് പൈവെള്ളിയിൽ നിന്ന് ഈ നവകേരള സദസ്സിൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം കൊണ്ട് ഈ യാത്ര ശ്രദ്ധേയമായിരുന്നു. അതുതന്നെയായിരുന്നു പിന്നീട് ഓരോ മണ്ഡലങ്ങളിലേക്കും എത്തിയപ്പോൾ ഈ സദസ്സിന് ലഭിച്ചൊരു സ്വീകാര്യത എന്ന് പറയുന്നത്. അത് തെക്കൻ കേരളത്തിൽ എത്തുന്നതിന് മുൻപ്, അതായത് വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങി മധ്യ കേരളത്തിലെ പര്യടനം പൂർത്തിയാക്കി തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോഴും അതേ സ്ഥിതി തന്നെയാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ പര്യടനമാണ്. മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ആദ്യ ദിവസം വർക്കലയിൽ എത്തിയ നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. അതിനെ തൊട്ട് അടുത്ത ദിവസം 4 മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തി. ഇന്നും 4 മണ്ഡലങ്ങളിലൂടെ ഉള്ള അതിൻ്റെ പര്യടനം അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ അരുവിക്കര മണ്ഡലത്തിൽ നിന്നാണ് ഇന്നത്തെ പര്യടനം നവകേരള സദസ്സിൻ്റേത് സമാപിച്ചിരിക്കുന്നത്. പാറശാല മണ്ഡലത്തിലുമാണ്. നാളെ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് 5 മണ്ഡലങ്ങളാണ്. അതായത് നേരത്തെ തീരുമാനിച്ചിരുന്ന പ്രകാരം ഡിസംബർ 24-നായിരുന്നു ആദ്യം നവകേരള സദസ്സ് സമാപിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഡിസംബർ 24 എന്ന് പറയുമ്പോൾ ക്രിസ്മസിന് തലേ ദിവസമാകുന്നു എന്നുള്ളത് കൊണ്ട് അതിൽ ചെറിയ മാറ്റം യാത്ര ആരംഭിച്ചപ്പോൾ വരുത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ 4 മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര നടക്കുന്നത്. ഇതിൽ അവസാനത്തെ 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരവും വട്ടിയൂർക്കാവുമാണ്. ഇത് രണ്ടിൻ്റെ സംയുക്ത പരിപാടിയോടുകൂടിയാണ് ഈ സദസ്സിന് സമാപനമാകുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രി എല്ലാ വേദികളിലും പറഞ്ഞ കാര്യത്തിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ഒന്ന് തന്നെയാണ്, അതായത് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. കാരണം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു മുന്നണിക്കോ പാർട്ടിക്കോ വേണ്ടി നടത്തുന്ന ഒരു യാത്രയല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രതിപക്ഷത്തോട് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിനോടുള്ള അവഗണന അത് വലിയ തോതിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് ഇതിലൊരു സംയുക്തമായുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യം അത് സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രതിപക്ഷം അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി തന്നെ ഇന്ന് വേദികളിൽ മണ്ഡലങ്ങളിൽ എത്തി സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, ഈ ഒരു വിഷയത്തിൽ അവരുടെ സഹകരണം കൂടി വേണം. ഇതിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിലും ചർച്ചയാകാം. ആ രീതിയിൽ വരെ സർക്കാർ കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിൽ പോലും നിങ്ങളുമായി സഹകരിച്ച് ഒരു സമരത്തിനോ ഒരു പ്രതിഷേധത്തിനോ ഞങ്ങളില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. പക്ഷേ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാരിനെതിരെയുള്ള സമരം മാത്രമാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പ്രത്യേകിച്ചും സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ചും ഈ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ച ദിവസം മുതൽ വലിയ അക്രമ സമരങ്ങൾക്കാണ് പ്രതിപക്ഷം നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ചും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്നുള്ള സമരങ്ങൾ അക്രമ സമരങ്ങളായി മാറുന്നു. നാളെയും ഇനി കൂടുതൽ സമരമുണ്ടാകുമെന്ന് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്നുൾപ്പെടെ ഉള്ള നിലപാടുകൾ വരുന്നു. നാളെ കാണാം എന്ന തരത്തിലുള്ള FB പോസ്റ്റുകൾ വരുന്നു. ഇതിലൊന്നും സർക്കാർ ഭയപ്പെടുന്നില്ല. സർക്കാരിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് എന്നും ജനങ്ങളാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. അതുകൊണ്ട് ജനങ്ങൾ വലിയ പിന്തുണ നൽകി ഈ നവകേരള സദസ്സ് വിജയിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവരുടെ പിന്തുണ അതൊന്നു മാത്രമാണ് സർക്കാരിൻ്റെ വലിയ കൈമുതൽ എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതും. ഏതായാലും ഇന്നത്തെ പര്യടനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ 9 മണിക്ക് പ്രഭാത യോഗത്തോടുകൂടി തന്നെ നാളത്തെ അവസാന ദിവസത്തെ പരിപാടിക്കും തുടക്കം കുറിക്കുന്നതായിരിക്കും. തുടർന്ന് 10:30 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. അതിനുശേഷം കോവളം മണ്ഡലത്തിൽ നിന്നും അതിൻ്റെ പര്യടനം ആരംഭിക്കുന്നതായിരിക്കും, അതിൻ്റെ അവസാന ദിവസത്തെ പര്യടനം. പക്ഷേ അവസാന ദിവസത്തെ പര്യടനം എന്ന് പറയുമ്പോൾ പോലും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ
സദസ്സ് മാറ്റിവെച്ചിരുന്നു. ഇത് പൂർത്തിയായതിനു ശേഷം ജനുവരി 1, 2 തീയതികളിലായിട്ട് നടത്തും എന്നുള്ള കാര്യവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു.